രാജഗോപാൽ സാർ, യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ അതെത്രത്തോളം ദോഷകരമാണ് എന്ന് പറയാൻ വേണ്ടി എ.കെ. ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് വിവാദത്തിൽപ്പെട്ടു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന സിപിഎം നേതാവ് എ.കെ. ബാലനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച. എ.കെ. ബാലനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തുന്നു. പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉയരുന്നു. യഥാർത്ഥത്തിൽ എ.കെ. ബാലൻ വിവാദ വിഷയത്തിൽ സിപിഎമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും നേതു അങ്ങനെയാണ്. അതിനെ കുറിച്ച് രസകരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പണ്ടൊരു കവി ഒരു പ്രസിദ്ധമായ സിനിമാ ഗാനം എഴുതിയിട്ടുണ്ട് വ്യത്യസ്തനായ ബാലനെ കുറിച്ച്. വ്യത്യസ്തനായ ബാലനെ കുറിച്ച് സിനിമാ പാട്ടാണ് കേട്ടോ, അത് സിനിമാ പാട്ടാണ്. അത് ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. സത്യത്തിൽ അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ബാലനെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പണ്ട് പുരാണം തന്നെ വേറെ കുറച്ച് കാവ്യം, ഒരു വലിയ കാവ്യത്തിൽ തന്നെ ഒരു വരി ഉണ്ടായിരുന്നു: ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്ക നീ. എന്റെ പിതാവ് വളരെ ശക്തനായിരുന്നു എന്നും പറഞ്ഞ് പണ്ട് നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല അർത്ഥത്തിലും നോക്കിക്കഴിഞ്ഞാല് ബാലൻ എന്നുള്ള പേര്, ആ പേര് മോശക്കാരൊന്നും അല്ല. അവര് എല്ലാ തരത്തിലും അർത്ഥവും അതിന്റെ വ്യാപ്തിയും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥതലങ്ങൾ അതിനകത്തിൽ അവരുടെ വ്യാഖ്യാനങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതിൽ എ.കെ. ബാലൻ, അദ്ദേഹം പഴയ മന്ത്രിയായിരുന്നു, വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. പിണറായി സർക്കാരിലൊക്കെ മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്ന ആളാണ്. വളരെ സമുന്നതനായ നേതാവാണ്. ഉയർന്ന കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൽ നിന്നൊരു പ്രസ്താവന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ചേ വരികയുള്ളൂ. വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. വളരെ അനുഭവ സമ്പത്തും പാരമ്പര്യവും ഉള്ള നേതാവുമാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണ്, അതാണ് ഇപ്പൊ വലിയ കുഴപ്പത്തിലായി മാറിയിരിക്കുന്നത്. കുഴപ്പത്തിലെന്ന് പറഞ്ഞാൽ പാർട്ടി ഏതാണ്ട് രണ്ട് തട്ടിലേക്ക്, പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാര് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ രണ്ട് പക്ഷം പിടിച്ചതുപോലെ നമുക്ക് തോന്നുന്നു. അതാണ് ഇന്നലത്തെ സംഭവം തെളിയിച്ചത്. മന്ത്രിയായിരുന്ന ബാലൻ, എ.കെ. ബാലൻ പറഞ്ഞത് ഈ വീണ്ടും യു.ഡി.എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ, വീണ്ടും ഒരിക്കൽ കൂടി യു.ഡി.എഫ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാറാട് കലാപം, അതായത് 2003 കോഴിക്കോട് മാറാടുണ്ടായ കലാപം, കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുകയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ, വർഗീയമായ ഏറ്റുമുട്ടലുകളൊക്കെ കേരളത്തിൽ സംഭവിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരുപക്ഷെങ്കില് മൂന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനായിട്ട് അത്തരം സംഭവങ്ങളെ, അത് 2003 നടന്ന സംഭവമാണ്, 2003 നടന്ന സംഭവങ്ങളെ അദ്ദേഹം ഉറപ്പിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നതിനെ ആയിരിക്കാം. അതിനെ ആയിരിക്കാം ഒരുപക്ഷെ ബാലൻ സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും വളരെ പോസിറ്റീവ് സെൻസിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പറയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. ബാലന്റെ ഈ പ്രസ്താവന വലിയ വിവാദം ഉണ്ടാക്കി കളഞ്ഞു. എന്തിനാണ് ബാലൻ അത്തരത്തിലൊരു പ്രസ്താവന പാർട്ടിയോട് ആലോചിച്ചു എന്ന് പറഞ്ഞുകൂടാ, എന്തായാലും ആലോചിക്കാതെ ചെയ്തു എന്നാണ് ചില നേതാക്കന്മാർ വ്യാഖ്യാനിച്ചു വന്നത്. അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പാർട്ടിയിലൊരു പക്ഷെങ്കില് ഈ പറയുന്ന പോലെ വർഗീയമായ ചേരിതിരിവിന് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആ വിവാദത്തിനെ വീണ്ടും ഉയർത്തിവിടുകയും കൂടാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ എന്തിനാണ് ഇത്രയും ഒരു മുതിർന്ന നേതാവ് ഉണ്ടാക്കിയത് എന്നൊരു തോന്നലായിരുന്നു. എന്നൊരു ചിന്തയും അഭിപ്രായങ്ങളും പല കോണിൽ നിന്ന് വരികയും ചെയ്തു. പക്ഷെ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് നടന്ന വാർത്താ സമ്മേളനത്തില് മുഖ്യമന്ത്രി ശരിക്കും ബാലനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ന്യായീകരിക്കുകയായിരുന്നു. ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്താവന വന്നത് മുഖ്യമന്ത്രിയുടെ. ഒരിക്കലും അദ്ദേഹം കുറ്റപ്പെടുത്തിയില്ല. ബാലൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്നൊരു വാചകം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. അതാണ് സംശയം വന്നത്. അപ്പോഴേ നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അന്ന് ആരോപിച്ചത് ബാലന്റെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ശബ്ദം തന്നെയായിരിക്കും, മുഖ്യമന്ത്രി അറിയാതെ ബാലൻ അങ്ങനെ സംസാരിക്കുകയില്ല എന്നാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ ആരോപിച്ചത്. അതായത് ബാലന്റെ ശബ്ദവും മുഖ്യമന്ത്രിയുടെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു. പണ്ടൊരു സിനിമയില് തിലകനും ശ്രീനിവാസനും പറഞ്ഞതുപോലെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളൊരു മട്ടിലാണ് ആരോപണങ്ങളൊക്കെ വന്നത്. എന്തായാലും അത് വലിയ വിവാദമായി. മുഖ്യമന്ത്രി പക്ഷെ ഇന്നലെ പിന്തുണയ്ക്കാതെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നതോടുകൂടി അതിന് കുറച്ചുകൂടെ ബലം കിട്ടുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കുക. അതിനുശേഷം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം നടന്നത്. അവിടെ
അതിശക്തമായ രീതിയിൽ പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ ബാലനെതിരെ ആഞ്ഞടിച്ചു എന്നാണ് നമ്മൾ പത്രവാർത്തകളിൽ കാണുന്നത്. ബാലനെതിരെ രൂക്ഷമായിട്ട് സംസാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി ME ഗോവിന്ദൻ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ബാലൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ബാലനെ വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞെന്ന് പത്രങ്ങളിൽ കാണുന്നത് അദ്ദേഹം ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുകയാണെന്നാണ് പറയുന്നത്. സ്വപ്ന ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് പറയുന്നത്. എന്നിട്ട് സ്വപ്നതുല്യമായ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നുള്ളതും ജമാഅത്തെ ഇസ്ലാമി വീണ്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്ക് വരിക, അതൊക്കെ വെറും സ്വപ്നലോകമാണ്. അപ്പൊ സ്വപ്നലോകത്തിലെ പണ്ട് വീണ്ടും സിനിമ വരികയാണ്, സ്വപ്നലോകത്തിലെ ബാലഭാസ്കരൻ അല്ലെ, വീണ്ടും ഒരു ബാല കയറി വരികയാണ്. അപ്പൊ അത്തരത്തിലൊരു ബാലഭാസ്കരനായി പോയോ AK ബാലൻ എന്നുള്ളൊരു മട്ടിലാണ് സംസാരിച്ചത് എന്നുള്ള മട്ടിലാണ് വന്നിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പ്രസ്താവനയാണ്. ഇവിടെ എന്താണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്? മുഖ്യമന്ത്രിയാണ്. പാർട്ടിയുടെ എല്ലാ ചുമതലക്കാരനുമായ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 3-4 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ചേർന്ന പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകത്തെ മണിക്കൂറുകൾക്കകം പാർട്ടി സെക്രട്ടറി തള്ളുന്നു. നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ അവരുടെ ഭരണഘടനയില് ഒക്കെ ആയിട്ട് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രോട്ടോകോളൊക്കെ വെച്ച് നോക്കുകയാണെന്നുള്ള പാർട്ടി സെക്രട്ടറി തന്നെയാണ് പ്രമുഖൻ. അത് ന്യായമായ കാര്യമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മുഖ്യമന്ത്രി തന്നെയാണല്ലോ പല കാര്യങ്ങളിലും ആധികാരികങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പൊ രണ്ട് തലത്തിലേക്ക് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു പോകുന്നു എന്നാണ് തോന്നുന്നത്. വലിയ ഗൗരവമായ പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു സാഹചര്യം നോക്കി പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഇതുണ്ടായി. ബാലന്റെ ഘടകം എന്ന് പറയുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ്. പാലക്കാട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്, അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ പോലും ബാലിനെതിരെ പ്രതിഷേധമുണ്ടായ സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിൽ പോലും പ്രതിഷേധം ഉണ്ടായിടത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ന്യായീകരിക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു വലിയ വിഷയമായിട്ട് മാറുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ മാറാട് കലാപം സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രിക്ക് പറ്റിയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ച മറ്റേ ഒരു നോട്ടപിശകായിരിക്കാം. ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രസ് റിലീസ് തയ്യാറാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. അദ്ദേഹം വായിച്ചത് മാറാട് കലാപം ഉണ്ടായ സമയത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു, ഞങ്ങൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പാർട്ടിയുടെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. ഞാനടക്കമുള്ള സംഘത്തിനോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കലാപത്തിൽ ബാധിതരായ ആളുകളുടെയും മരണപ്പെട്ടവരുടെയും ഒക്കെ വീടുകളിൽ ഞങ്ങൾ പോയി ആശ്വസിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ UDF സംഘത്തിന് പറ്റിയില്ല. അന്നത്തെ മുഖ്യമന്ത്രിക്കോ അവിടെ പോയ സംഘത്തില്, മുഖ്യമന്ത്രിയോടൊപ്പം ആന്റണിയോടൊപ്പം പോയ സംഘത്തില് അന്ന് കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അങ്ങോട്ട് കടന്നു വരാൻ അവിടുത്തെ ആളുകൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുത്തിയ ശേഷം മുഖ്യമന്ത്രിയാണ് പിന്നീട് ആ ഭാഗത്തേക്ക് പോയതെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി മാത്രമായിട്ട് പോയി, വേറെ ചില ഉദ്യോഗസ്ഥന്മാരും മാത്രം പോയി എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെയുള്ള വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് പോലും ഞാനടക്കമുള്ള, അല്ലെങ്കിൽ പാർട്ടിയുടെ ചുമതലക്കാരനായ പിണറായി വിജയൻ എനിക്കടക്കം പോകാൻ പറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതെന്താണ് ഇതിന്റെ വസ്തുത? ആ വസ്തുത നമ്മൾ പരിശോധിച്ചു. അന്നത്തെ പത്ര കട്ടിങ്സുകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അന്ന് പിണറായി വിജയനും അവിടെ പോകാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അതിന്റെ തെളിവുകളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടക്കമാണ് ആ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നോട്ട് തയ്യാറാക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിക്ക് നോട്ട് തയ്യാറാക്കുന്ന ആളുകൾ അക്കാര്യം ശ്രദ്ധിക്കണ്ടേ? ഇതിപ്പോ വർഷങ്ങളായി, 2003 നടന്നത്. ഇപ്പൊ 25-26 ആയിട്ടോ. 23 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ പോലും ഓർത്തെടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പെശകുണ്ടാകരുത്, അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പെശകുണ്ടാകരുത് എന്ന് പോലുമുള്ള ശ്രദ്ധയില്ലാതാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിന്റെ ചുമതലയുള്ള ആ ബ്രീഫിംഗ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ PRDO, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റോ അത്തരം ഒരു നോട്ട് തയ്യാറാക്കി കൊടുത്തതെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഓർമ്മയിൽ നിന്ന് പറഞ്ഞതായിരിക്കത്തില്ല, ഒരു പക്ഷെങ്കിൽ അങ്ങനെ സംഭവിച്ചതാകാം. എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അതേപോലെ തന്നെയാണ് ബാലന്റെ ഇഷ്യൂവിന്റെ കാര്യത്തിൽ, ബാലന്റെ പ്രശ്നം വന്ന കാര്യത്തിലും അഭിപ്രായങ്ങള് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ തിരുവനന്തപുരത്തുണ്ട്. അവര് തമ്മിലൊരു ആശയവിനിമയം ഉണ്ടായില്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ സംശയിക്കേണ്ടത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലൊരു ആശയവിനിമയം അവിടെ ഉണ്ടായില്ലേ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. ആ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഒരു വലിയ പോർമുഖം പലതരത്തില് ഉള്ള ഇതിനകത്തില്, പാർട്ടിക്കകത്തില് UDF-ഉമായിട്ട് ചേർന്നൊരു വലിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. 110 സീറ്റ്, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അങ്ങനെയാണല്ലോ, 110 സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വരാൻ ഉള്ള ശ്രമമാണ്. അത് നടക്കും. അതിനുള്ള കർമ്മപദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.
UDF ആണെങ്കിൽ 100 സീറ്റാണ് പറയുന്നത്. 100 സീറ്റോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെ നീങ്ങുകയാണ്. മൂന്നാമതൊരു ഭരണം കൊണ്ട് പ്രതീക്ഷയോടെ നീങ്ങുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഏറ്റവും ടോപ്പ് ലെവലിലാണ്, ഏറ്റവും ഉയർന്നത്. ഇവർ രണ്ടുപേരും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ്. പിണറായി വിജയനും പാർട്ടിയുടെ പോളിറ്റ് മെമ്പർമാർ കൂടിയാണ്. അപ്പൊ അങ്ങനെ അവര് തമ്മിലുള്ള സംസാരത്തിൽ പോലും അവരുടെ അഭിപ്രായങ്ങളിൽ പോലും പരസ്യമായ ഒരു വൈരുദ്ധ്യം വരുന്നത് പാർട്ടിയെ ഏത് തരത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ച് നമുക്കിനിയും വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് രീതിയിൽ രാജഗോപാൽ സാറ് പറഞ്ഞതുപോലെ ഏത് രീതിയിൽ ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ബാലൻ ഉണ്ടാക്കിയ വിവാദത്തിൽ CPM-ൽ ഭിന്നത രൂക്ഷമാവുകയാണ്. അത് നിശ്ചിതമായി MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി വിമർശിക്കുമ്പോൾ ബാലനെ ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നത് ഈ വിഷയത്തിൽ എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പാലക്കാട് നിന്നുൾപ്പെടെയുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ AK ബാലനെതിരെ വിമർശനമുയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയണം എന്ന് പോലും പാലക്കാട് നിന്നുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചില പദപ്രയോഗങ്ങൾ ഉയരുന്നു എന്നതും അതീവ ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.